Welcome to Adityan Online Classes. Your future brightens here. Call us today at 97082. ഹായ് ഹലോ നമസ്കാരം. എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ 10ാം ക്ലാസ്സിലെ CBSEയുടെ ഓരോരോ ടോപ്പിക്കിലെ ഓരോരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ആ പറയുന്ന ടോപ്പിക്കും കണ്ടന്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഞാൻ എടുത്തു പറയും. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. വളരെയധികം യൂസ്ഫുൾ. 95% മാർക്ക് നമുക്ക് കൺഫേം ആയിട്ട് CBSEയിൽ വാങ്ങിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ സോഷ്യല് എല്ലാ കുട്ടികളും സയൻസിന്റെ ട്യൂഷൻ പോകും, മാത്സിന്റെ ട്യൂഷൻ പോകും, അതിനൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കും. സോഷ്യൽ എന്ന് പറയുമ്പോൾ അവസാന നിമിഷത്തിലായിരിക്കും കൊണ്ടുവച്ച് എന്തെങ്കിലുമൊക്കെ വായിച്ച് പോയി കഥ അടിക്കുന്നത്. പക്ഷെ സോഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഭയങ്കര ടഫായിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പാറ്റേൺ എല്ലാം അറിയാലോ. കഴിഞ്ഞ വർഷം വരയ്ക്കും എല്ലാം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആയാലും, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയാലും, അപ്പോൾ സോഷ്യലിലെ 4 ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, അതേപോലെ എക്കണോമിക്സ് ആയാലും മിക്സ് ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. പക്ഷേ ഈ 2026 മുതൽ തനിയായിരിക്കും. ഹിസ്റ്ററി തനിയെ, എക്കണോമിക്സ് തനിയെ, എല്ലാം തന്നെ 20 4 ബുക്കിൽ നിന്നും കൂടെ ടോട്ടലി നോക്കിയാൽ 80 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാവരും ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി സോഷ്യൽ എന്നല്ല, എന്തെങ്കിലും പോയി അവിടെ പോയി കഥ അടിച്ചു വിടാം എന്നുള്ള കോൺസെപ്റ്റിൽ പോകും. പക്ഷെ അതല്ല, നമുക്ക് ആ മെയിൻ ടോപ്പിക്ക് വേണം. കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് സോഷ്യലും നമ്മൾ സയൻസ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കുന്നോ അതേപോലെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് സോഷ്യലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മെയിൻ എയിം എന്തോന്നാണ്, നമുക്ക് ടോട്ടലിൽ മാർക്ക് കയറുക, എങ്കിൽ മാത്രമേ പെർസെൻറ്റേജിൽ കൂടാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ എല്ലാവരും നല്ലപോലെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് തന്നെ സോഷ്യൽ. ഒരുപാട് ഇപ്പോൾ 10th കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ കോമേഴ്സ് എടുക്കുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് എടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ സോഷ്യലിന്റെ മാർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സോഷ്യലിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്കണോമിക്സിലെ അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന റീഡറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേനും അതിൽ നിന്ന് മാർക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പക്ഷെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ചാപ്റ്റർ ആണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടന്റ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഡെവലപ്മെന്റ് എന്താണ് ഈ ഡെവലപ്മെന്റ്? വികസനം എന്ന് നമ്മൾ പറയും. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും ഓരോ മനുഷ്യർക്ക് ഓരോ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ്. ചിലർക്ക് വന്നിട്ട് കുറെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഡെവലപ്മെന്റ് ആണ്. ചിലർക്ക് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഡെവലപ്മെന്റ് ആണ്. വലിയൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡെവലപ്മെന്റ് ആണ്. നല്ല 2 കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു ഡെവലപ്മെന്റ് ആണ്. അപ്പോ പിന്നെ കുടിലി കിടക്കുന്ന ഒരുത്തന് ഒരു ചെറിയൊരു വീട് കെട്ടിക്കഴിഞ്ഞാൽ അതൊരു ഡെവലപ്മെന്റ് ആണ്, അല്ലെ? 10ാം ക്ലാസ് പഠിച്ചവന് ഒരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോരോ മനുഷ്യനും ഓരോരോ എയിമാണ് ജീവിതത്തിലുള്ളത്. അപ്പൊ ആ എയിമിന് വേണ്ടിയിട്ട് അവൻ ഓരോരോ പടിപ്പടിയായിട്ട് മുന്നേറും. ആ മുന്നേറുന്നതിനെ പറയുന്ന പേരാണ് ഡെവലപ്മെന്റ്. അപ്പൊ ഡിഫറെന്റ് പേഴ്സൺസ് ഹാവ് ഡിഫറെന്റ് ഗോൾ ഓഫ് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഇതാ ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾ റീഡർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു പോയിന്റിനെ മാർക്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഡിഫറെന്റ് പേഴ്സൺസ് ഹാവ് ഡിഫറെന്റ് ഡെവലപ്മെന്റൽ ഗോൾസ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം. ഒരാൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത് ഡെവലപ്മെന്റ് ആയിരിക്കാം, ഒരു നല്ല വീട് വാങ്ങിക്കുന്നത് ഡെവലപ്മെന്റ് ആയിരിക്കാം, നല്ലപോലെ പഠിക്കുന്ന ഡെവലപ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പഠിച്ച് വെളിനാട്ടിലൊക്കെ പോകുന്ന ഡെവലപ്മെന്റ് ആയിരിക്കാം, നല്ല നമ്മളെ പഠിപ്പിനനുസരിച്ചുള്ള ഒരു ജോലി വാങ്ങിക്കുന്ന ഡെവലപ്മെന്റ് ആയിരിക്കാം. അപ്പൊ ഓരോ പേഴ്സണും ഡെവലപ്മെന്റൽ ഗോൾസ് വന്നിട്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനെ നമുക്ക് അങ്ങോട്ട് ഇംഗ്ലീഷിലോട്ട് എഴുതി വെക്കും. ഓക്കെ, മണി ഈസ് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഫോർ ഡെവലപ്മെന്റ്. ഓക്കെ, പിന്നെ ഇൻകം, നമ്മുടെ ഇൻകം ഒരു ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി, നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അതൊരു ഡെവലപ്മെന്റ് ആണ്. പിന്നെ നമുക്ക് ഫ്രീഡം, വീട്ടിനകത്ത് അടച്ചിട്ട് വളർത്തുന്ന മക്കൾക്ക് ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ അതും അവർക്കൊരു ഡെവലപ്മെന്റ് ആണ്, അല്ലെ? ചില മക്കളെ അച്ഛനും അമ്മയൊക്കെ അടച്ചിട്ട് വളർത്തും. അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ കണ്ണ് തെറ്റിച്ച് അവർ ചെറിയ കള്ളത്തനങ്ങളും മേലത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു ഫ്രീഡവും ഡെവലപ്മെന്റും ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇൻകം, ആവറേജ് ഇൻകം. ഇതാ ഈ പേജിൽ കിടപ്പുണ്ട്. ആവറേജ് ഇൻകം നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ലേറ്റസ്റ്റ് എഡിഷൻ റീഡർ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. കാരണം ഓരോ റീഡറിലും ആ വാല്യൂസും നമ്പേഴ്സ് എല്ലാം ചേഞ്ച് വരും. പഴയ എഡിഷനിലൊക്കെ ആണെങ്കിൽ പഴയ വാല്യൂസ് ആയിരിക്കും. അപ്പൊ ലേറ്റസ്റ്റ് എഡിഷൻ നോക്കുക.
അത് നിങ്ങൾ 2000 മാക്സിമം 25 അല്ലെങ്കിൽ 26 എഡിഷൻ തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആവറേജ് ഇൻകം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അതിന് വേറൊരു പേരൂടെ പറയും, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയും. പെർ ക്യാപിറ്റ ഇൻകം ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ടോട്ടൽ ഇൻകം ഓഫ് ദ കൺട്രി ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ദിസ് ഈസ് കാൾഡ് പെർ ക്യാപിറ്റ ഇൻകം ഓർ ആവറേജ് ഇൻകം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. വാട്ട് ഡു യു മീൻ ബൈ ആവറേജ് ഇൻകം ഓർ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞ് ചോദിക്കും. സോ ആവറേജ് ഇൻകം ഓർ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ കൺട്രി ടു ദി ടോട്ടൽ പോപ്പുലേഷൻ. ഒരു കൺട്രിയുടെ ടോട്ടൽ ഇൻകത്തിന് ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് ഇൻകം കിട്ടും. അപ്പൊ ഈ ആവറേജ് ഇൻകം, ഒരു കൺട്രി റിച്ച് ആണോ പുവർ ആണോ എന്ന് നമ്മൾക്ക് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ കൺട്രിയുടെ വരുമാനത്തിന്റെ ബേസിസിലാണ്, അല്ലെ? ഇപ്പൊ അമേരിക്ക ഈസ് എ റിച്ചസ്റ്റ് കൺട്രി, അല്ലെ? അല്ലെങ്കിൽ അമേരിക്ക ഈസ് എ ഡെവലപ്ഡ് കൺട്രി. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? കാരണം അമേരിക്കയിലെ പീപ്പിൾ എല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആണ്, നല്ല പഠിപ്പുണ്ട്, ആ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ജോലി അവർക്കുണ്ട്, ആ ജോലിക്ക് അനുസരിച്ചുള്ള സാലറി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഈസ് എ ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഡെവലപ്ഡ് കൺട്രി എന്ന് നമുക്ക് പറയാറായിട്ടില്ല, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ബംഗ്ലാദേശ് ഈസ് എ പുവർ കൺട്രിയാണ്, കാരണം അവിടെ പഠിപ്പും ഇല്ല, പഠിപ്പനുസരിച്ചുള്ള ജോലിയും ഇല്ല, വരുമാനവും ഇല്ല, ഒന്നുമില്ല, അല്ലെ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അങ്ങനെ പോലുള്ള കുറച്ച് രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോഴും ആ ഒരു ബിലോ ആവറേജിൽ കിടക്കുന്ന കൺട്രീസ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ബേസിസിൽ നമ്മൾ കൺട്രീസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിച്ച് കൺട്രി, പുവർ കൺട്രി, മിഡിൽ കൺട്രി. അങ്ങനെ നമ്മൾ ബേസ് ചെയ്ത് ഇത് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേൾഡ് ബാങ്ക് ആണ്. മറക്കല്ല, ഒരു കൺട്രി റിച്ച് കൺട്രി ആണോ പുവർ കൺട്രി ആണോ ആവറേജ് കൺട്രി ആണോ ഡിസൈഡ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണ്. അപ്പോൾ ഈ വേൾഡ് ബാങ്കിന്റെ ബേസിസിൽ 3 കൺട്രി, റിച്ച് കൺട്രി, പുവർ കൺട്രി ആൻഡ് മിഡിൽ കൺട്രി. റിച്ച് കൺട്രി എന്ന് പറയുമ്പോഴത്തേന് ആവറേജ് ഇൻകം വന്നിട്ട് $49,300 മേലെ ഇരുന്നാൽ ദാറ്റ് കൺട്രി ഈസ് കാൾഡ് റിച്ച് കൺട്രി. അതേപോലെ ഇൻകം വന്നിട്ട് US, എപ്പോഴും നമ്മൾ വരുമാനത്തിന് പൈസയൊക്കെ നമ്മൾ ഡോളറിന്റെ ബേസിസിലായിരിക്കും പറയുന്നത്. അപ്പൊ US ഡോളർ 2500 താഴെയാണ് ഉണ്ടെങ്കിൽ ആ കൺട്രീനെ നമ്മൾ പുവർ കൺട്രി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇന്ത്യ റിച്ച് കൺട്രിയിലും വരൂല, പുവർ കൺട്രിയിലും വരൂല. ഇന്ത്യ ഒരു ആവറേജ് മിഡിൽ കൺട്രിയാണ്. ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ കൺട്രികളുടെ ഈ ഒരു റിച്ച് കൺട്രി ആണോ പുവർ കൺട്രി ആണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്ക് ആണ് ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. കൺട്രികളുടെ ഇൻകത്തിന്റെ ബേസിസിലും അവിടുത്തെ പോപ്പുലേഷന്റെ ബേസിസിലുമാണ് കൺട്രികളുടെ റിച്ച് ആണോ പുവർ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കും നല്ലപോലെ മാർക്ക് ചെയ്ത് പഠിക്കുക. അടുത്ത് നമുക്ക് ആ റീഡറിൽ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് അങ്ങ് പഠിച്ചു പോവാം. അപ്പൊ അടുത്ത പേജിലോട്ട് നമ്മൾ വരണമെങ്കിൽ നമ്മള് പെർ ക്യാപിറ്റ ഇൻകത്തില് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹരിയാനയാണ്. പെർ ക്യാപിറ്റ ഹരിയാനയിൽ പോപ്പുലേഷനും കൂടുതലാണ്, അവിടെയുള്ള ഇൻകവും കൂടുതലാണ്. ഹരിയാനയാണ് പെർ ക്യാപിറ്റ ഇൻകത്തില് ഫസ്റ്റ് വൺ. ഏറ്റവും താഴെയുള്ള കൺട്രി സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ബീഹാർ ആണ്. അപ്പൊ അതൊരു MCQയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഹയസ്റ്റ് ഹരിയാന, ബോട്ടത്തിൽ കിടക്കുന്നത് ബീഹാർ. പിന്നെ നമ്മൾ വേറൊരു ഇവിടെ ഒരു ബോക്സ് ഒക്കെ കിടപ്പുണ്ട്, ബോക്സിലൊക്കെ കുറച്ച് ടോപ്പിക് ഉണ്ട്, അതൊന്ന് നോക്കുക. MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിനെ നമ്മൾ IMR എന്ന് പറയും, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. IMR എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലൊക്കെ ജനിച്ച് 1 വയസ്സ് തികയുന്നതിന് മുമ്പ് ഒരുപാട് കുട്ടികൾ മരിച്ചു പോകും. അപ്പൊ 1 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നീ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടിക്കാണൂല, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക്കൽ കംപ്ലൈന്റ് ആയിരിക്കാം, അല്ലെ? മെയിൻ ആയിട്ട് ഡെഫിഷ്യൻസി ആയിരിക്കാം, എന്തെങ്കിലും ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് IMR. ജനിച്ച് 1 വയസ്സ് 1 ഇയർ ആവുന്നതിന് മുമ്പ് എത്ര കുട്ടികൾ മരിച്ചു പോകുന്നു, അത് നമ്മൾ ഔട്ട് ഓഫ് 1000 എടുക്കേണ്ടത്. 1000 എത്ര കുട്ടികളാണ് മരിച്ചു പോകുന്നത്, അതിനെ പറയുന്ന പേരാണ് IMR, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ദാറ്റ് ഡൈ ബിഫോർ ദ ഏജ് ഓഫ് 1 ഇയർ.
ആസ് എ പ്രൊപ്പോർഷൻ ഓഫ് 1000. മനസ്സിലായല്ലോ? ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലിറ്ററസി റേറ്റ്. ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിപ്പ് അല്ലെ, എഡ്യൂക്കേഷൻ. അപ്പം ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് റൂൾ വെച്ചിട്ടുണ്ട്. അതായത് 7 വയസ്സുള്ള കുട്ടികൾ, മിനിമം വയസ്സാണ് 7 വയസ്സ്, 6-7 വയസ്സുള്ള കുട്ടികൾ കമ്പൽസറി ആയിട്ട് 1-ാം ക്ലാസ്സിൽ പോയിരിക്കണം. ആ ഒരു റൂള് നമ്മളിപ്പോൾ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് അല്ലെ. സ്കൂളുകളിൽ കുട്ടികളെ ഒരു 6-7 വയസ്സാകുമ്പോഴത്തേനും 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തിരിക്കണം. അപ്പൊ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവർക്കാണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് വന്നിട്ട് ഗവൺമെന്റ് സ്കൂൾസ് ഒരുപാട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, ഫ്രീ ഫുഡാണ്, ഫ്രീ ബുക്ക് എല്ലാം ഡെലിവറി എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 7 വയസ്സായ കുട്ടികളുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, പൈസ ഇല്ല എന്നൊന്നും പറയാൻ പാടില്ല. അതിനാണ് ഈ ഗവൺമെന്റ് സ്കൂൾസ് ഒക്കെ ഉള്ളത്. അപ്പൊ 7 വയസ്സോ അതിന് എബോ വയസ്സോ ഉള്ള കുട്ടികളെ കമ്പൽസറി ആയിട്ട് സ്കൂളിൽ പറഞ്ഞു വിടണം. ഇതിന് പറയുന്ന പേരാണ് ലിറ്ററസി റേറ്റ്. പിന്നെ അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ. നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 14-15 വയസ്സാകുമ്പോഴത്തേനും നമ്മൾ എവിടെ കൺഫേം ആയിട്ട് 10-ാം ക്ലാസ്സിൽ എത്തിയിരിക്കും. 10-ാം ക്ലാസ് വരെയുള്ള നമുക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ 10-ാം ക്ലാസ് വരയ്ക്കും വേണം. ഓക്കെ, 5-ാം ക്ലാസ്സിൽ വെച്ച് മതിയാക്കി പോകാൻ പാടില്ല, 6-ാം ക്ലാസ്സിൽ വെച്ച് മതിയാക്കി പോകാൻ പാടില്ല. ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് ആയിരിക്കണം. പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് പോലും 10-ാം ക്ലാസ് എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാക്കി എടുക്കണം. അങ്ങനെ ഒരു റൂൾ കൂടെ നമ്മൾ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ. അതായത് മിനിമം 14-15 വയസ്സുള്ള കുട്ടികൾ കമ്പൽസറി ആയിട്ട് സ്കൂളിൽ പോകണം. ഓക്കെ, ജോലിക്കോ അങ്ങനെ ഒന്നും വിടാൻ പാടില്ല. പാരന്റ്സ് 14 വയസ്സിന് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് വിട്ടു കഴിഞ്ഞാൽ പാരന്റ്സിനൊക്കെയാണ് കുഴപ്പം. അവരൊക്കെയാണ് നിയമത്തിന്റെ മുമ്പിലൊക്കെ വരുന്നത്. അതുകൊണ്ട് 14 വയസ്സോ അതിന് താഴെയുള്ള കുട്ടികളൊക്കെ കമ്പൽസറി ഒരു ബേസിക് എഡ്യൂക്കേഷൻ അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു 3 ടോപ്പിക്ക്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ ലിറ്ററസി റേറ്റ്, നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ, ഇത് 3 ടോപ്പിക്കും ഈ ബോക്സിനകത്തൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3ന്റെ ഡെഫിനിഷൻ നല്ലപോലെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഞാൻ ഈ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പറയുന്നത് മോസ്റ്റ്ലി. അത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് മണി ഇൻ യുവർ പോക്കറ്റ് ക്യാൻ ബൈ എവറിത്തിങ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരുപാട് പൈസ ഉണ്ടെന്ന് വെക്കുക ഒരാളുടെ കയ്യിൽ. ഇപ്പൊ അംബാനിയെ തന്നെ എടുക്കുക. ഒരുപാട് കോടിക്കണക്കിന് മില്യൺ കണക്കിന് പൈസ അയാളുടെ കയ്യിലുണ്ട്. പക്ഷെ അയാൾക്ക് എല്ലാം വാങ്ങിക്കാനായിട്ട് പറ്റുമോ? അപ്പൊ നമ്മൾ പറയാം പറ്റും, അയാൾക്ക് ഒരു 10 വീട് വാങ്ങിക്കാൻ പറ്റും, 10 കാറ് വാങ്ങിക്കാൻ പറ്റും, അയാൾക്ക് എന്തൊക്കെ ലക്ഷറിയസ് ലൈഫ് ജീവിക്കാൻ പറ്റും, എവിടെ വേണമെങ്കിലും പോകാൻ വേണ്ടി പറ്റും. പക്ഷെ അല്ല, അതല്ല ആൻസർ. എത്രത്തോളം പൈസ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാം വാങ്ങിക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോ ഒരുപാട് പൈസ വെച്ചിരിക്കണം, പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് വാങ്ങിക്കാൻ വേണ്ടി പറ്റുമോ? അഴുക്കും പൊടിയും മാലിന്യം ഒന്നും ഇല്ലാത്ത ഒരു ഫ്രഷ് എയർ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ എത്രത്തോളം പൈസ ഉണ്ടെങ്കിലും നമുക്കൊരു പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസീസസ് ഫ്രീ ബോഡി നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ എന്റെ കയ്യിൽ 500 കോടി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കൊറോണ വരാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് വൈറൽ ഫീവർ വരാൻ പാടില്ല. എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന്? ഇല്ല, ഒരർത്ഥവും ഇല്ല. എത്ര കോടി ഞാൻ കയ്യിൽ വെച്ചിരുന്നാലും എനിക്ക് വരാനുള്ള അസുഖങ്ങൾ എനിക്ക് വരും. അപ്പൊ നമുക്കൊരു ഡിസീസസ് ഫ്രീ ബോഡി വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരാം, ഇൻഫെക്ടിയസ് ഡിസീസസ് വരാം. അപ്പൊ എത്ര പൈസ ഉണ്ടെങ്കിലും വരാനുള്ള അസുഖങ്ങൾ വരും. ഒരു പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ആ ഒരു ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ എഴുതുക. ഓക്കെ, മണി ഇൻ യുവർ പോക്കറ്റ് ക്യാൻ ബൈ എവറിത്തിങ് ഒരു ക്വസ്റ്റ്യൻ കേട്ടാൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക. ഒരു എക്സാമ്പിളൂടെ വെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റിഫൈ ചെയ്ത് കാണിക്കും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനും ആൻസർ ഇവിടെ ആയിട്ട് വരും. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ജനിച്ച 1 വർഷത്തിനകം മരിച്ചു പോകുന്ന കുട്ടികളുടെ എണ്ണമാണ്. അത് ഏറ്റവും കുറവായിട്ടുള്ള സ്റ്റേറ്റ് ഏതെന്ന് കേട്ടാല് കേരളയാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവായിട്ടുള്ള സ്റ്റേറ്റ് കേരളയാണ്. കേരളയിലാണ് ഈ ജനിച്ച് 1 വയസ്സിന് മുമ്പേ മരിച്ചു പോകുന്ന കുട്ടികളുടെ എണ്ണം ഏറ്റവും കുറവ്. അത് എന്തുകൊണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ ഈ നമ്മളെ PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടീവ് സിസ്റ്റം, റേഷൻ ഷോപ്പ് വഴി ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതേപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അംഗൻവാടിയിലുള്ള ടീച്ചേഴ്സ്, അംഗൻവാടി മുഖാന്തരം അവർ വീടുകളിൽ വന്ന് അന്വേഷിച്ച് അവർക്ക് ആവശ്യമുള്ള ഹെൽത്തി ഫുഡ്
ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ പൊടികൾ, നവധാന്യ പൊടികൾ, അങ്ങനെയുള്ള പൊടികളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളയിലാണ് ഏറ്റവും കുറവ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ളത്. ഓക്കെ, അതൊരു MCQ ക്വസ്റ്റ്യൻ ആണ്. കാരണം അവിടെ പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടീവ് സിസ്റ്റംസ് നല്ല എഫക്റ്റീവ് ആണ്. പിന്നെ അതേപോലെ ഇവിടെ അടുത്തൊരു ടോപ്പിക് BMI ടോപ്പിക് ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ഈ ചാപ്റ്ററിൽ. BMI, ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നമ്മുടെ വെയിറ്റിനെ ഹൈറ്റിന്റെ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുക. ദിസ് ഈസ് കാൾഡ് BMI. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക. സോ ബോഡി മാസ് ഇൻഡെക്സ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ടു ദി സ്ക്വയർ ഓഫ് ദി ഹൈറ്റ്. ദിസ് ഈസ് കാൾഡ് BMI, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. അതൊരു MCQ ക്വസ്റ്റ്യനിലാണ്. വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ്. നമുക്ക് MCQല് ഹൈറ്റ് സ്ക്വയർ ബൈ വെയിറ്റ്, ഹൈറ്റ് ഇൻറ്റു വെയിറ്റ്, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തരും. അപ്പൊ നമുക്ക് അവിടെ പോകുമ്പോഴത്തേനും ഒരു കൺഫ്യൂഷൻ ആവും, അയ്യോ ഇതിൽ ഏതാണ് കറക്റ്റ്. അപ്പൊ നല്ലപോലെ പഠിക്കുക. വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ, നമ്മുടെ വെയിറ്റ് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഹൈറ്റിന്റെ സ്ക്വയർ വെച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BMI കിട്ടും, ബോഡി മാസ് ഇൻഡെക്സ് കിട്ടും. ഇനി നമ്മുടെ പഠിപ്പ്, നമ്മൾ എത്രത്തോളം നമ്മൾ ഇന്ത്യയിലുള്ള ജനങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ്, നമ്മുടെ ആരോഗ്യം, പിന്നെ നമ്മുടെ വരുമാനം, ഇതെല്ലാം കണക്കെടുക്കുന്നതിന് തനിയൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷന്റെ പറയുന്ന പേരാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. അത് കൺട്രോൾ ചെയ്യുന്നത് UNDP ആണ്. UNDPയുടെ ഓർഗനൈസേഷന്റെ കൺട്രോളിലാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എല്ലാം വരുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ, അതൊരു MCQ ക്വസ്റ്റ്യൻ ആണ്. എഡ്യൂക്കേഷൻ, ഇൻകം, അതേപോലെ നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് UNDP ആണ്, യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊരു MCQ പ്രതീക്ഷിക്കാം. കഴിഞ്ഞു, ചാപ്റ്റർ തീരാൻ പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓർ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ജോഗ്രഫിയിൽ പഠിക്കാനായിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് റീസോഴ്സസ് നമുക്ക് സറൗണ്ടിങ്സിലുണ്ട്. വെള്ളം ഒരു റീസോഴ്സസ് ആണ്, കറണ്ട് ഈസ് എ റീസോഴ്സസ്, പെട്രോള്, ഡീസല്, കോള്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സോളാർ എനർജി അല്ലെ, അതൊക്കെ ഒരുപാട് രീതിയിലുള്ള റീസോഴ്സസ് നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്. അപ്പൊ ഈ റീസോഴ്സസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഒന്നും മറന്നുപോകും, നമുക്ക് മാത്രമല്ല അടുത്ത് വരുന്ന ജനറേഷനിലുള്ള കുട്ടികൾക്കും അടുത്ത് വരുന്ന ജനറേഷനിലുള്ള ആൾക്കാർക്കും ഇതെല്ലാം ആവശ്യമാണ്. അത് നമ്മൾ ഓർമ്മിക്കൂല. ഓക്കെ, ഇപ്പൊ കുളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ, വെള്ളം തുറന്നു വിട്ടിട്ട് അങ്ങ് കുളിയാണ്. ഒരു 10 ആള് കുളിക്കാനുള്ള വെള്ളമായിരിക്കും ചിലപ്പോൾ ഒരാൾ കുളിച്ച് തീർക്കുക. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വാട്ടർ വേസ്റ്റേജ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ വെള്ളം, നമുക്ക് ഇപ്പൊ തന്നെ അറിയാം, നമുക്ക് നല്ല ചൂടാണ്, ചൂടിന്റെ അങ്ങേയറ്റമാണ്, മഴ കുറവാണ്. അപ്പൊ നമ്മൾ ഉള്ള വെള്ളത്തിനെയൊക്കെ ഡാമേജ് ചെയ്യാതെ സൂക്ഷിച്ച് കൺട്രോൾ ചെയ്ത് വെക്കുക. പക്ഷെ നമ്മൾ അതൊക്കെ മറന്നുപോകും. ഒരു റൂമിൽ ആരുമില്ല, പക്ഷെ ലൈറ്റും ഫാനും TV ഓടിക്കൊണ്ടേയിരിക്കും. ഇലക്ട്രിസിറ്റി അവിടെ ഡാമേജ് ചെയ്യാണ്, ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കൂടുകയാണ് അവിടെ. അപ്പൊ ഇത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്തുമാത്രം പ്രോസസ്സാണ് ഇതിന്റെ ഇടയിൽ നടക്കുന്നുള്ളതെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തൊരു റീസോഴ്സസ് നമ്മൾ ഓവർ യൂസ് ചെയ്താലും ഒന്ന് ഓർമ്മിക്കുക, നമുക്ക് ശേഷം വരുന്ന ജനറേഷനും ഇതിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ അതിന് പറയുന്ന പേരാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് ഒരു റീസോഴ്സസ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യണം, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി സേവ് ചെയ്ത് വെക്കണം. ദ റീസോഴ്സസ് ദാറ്റ് ആർ യൂസ്ഡ് ടുഡേ and save for future generation also. This is called sustainable development.